നമസ്കാരം. യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾക്കെതിരായ വ്യോമാക്രമണങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം സാധാരണ വിധത്തിലാകും വരെ ഹൂത്തികൾക്ക് എതിരെയുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വെടിവെക്കുന്നതും മിസൈൽ ആക്രമണങ്ങളും നിർത്തിയാൽ തങ്ങൾ ഹൂത്തികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു. തങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും യഥാർത്ഥ വേദന ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. 2023 നവംബർ മുതൽ ഈ വർഷം ജനുവരി വരെ ഹൂത്തി വിമതർ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് 100-ലധികം വ്യാപാര കപ്പലുകൾ ആക്രമിക്കുകയും 2 കപ്പലുകൾ മുക്കുകയും 4 നാവികരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗാസ മുനമ്പിൽ ഹമാസിനെതിരായ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് ഹൂത്തി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം യമൻ തലസ്ഥാനമായ സനയിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ വെള്ളിയാഴ്ച പുലർച്ചെ 40-ലധികം വ്യോമാക്രമണങ്ങൾ US സൈന്യം നടത്തിയതായി മാധ്യമ റിപ്പോർട്ടിൽ വന്നിരുന്നു. സൻഹാൻ മേഖലയിലെ സരിഫ് പ്രദേശം, കമാൻഡ് ക്യാമ്പ്, സൻഹാൻ പ്രദേശത്തെ ജർബാൻ സൈറ്റ്, വടക്കൻ പ്രവിശ്യകളിലെ മറ്റ് നിരവധി സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഹൂത്തികൾ നിയന്ത്രിക്കുന്ന TV റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സെൻട്രൽ സനായിലെ കമാൻഡ് ക്യാമ്പിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ ചുറ്റുമുള്ള റെസിഡൻഷ്യൽ പരിസരങ്ങളിലെ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി താമസക്കാർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മധ്യ ഇസ്രയേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലും ടെൽ അവീവിന് തെക്കുള്ള സൈനിക ലക്ഷ്യത്തിലും 2 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിന്റെ ഉത്തരവാദിത്തം ഹൂത്തികൾ ഏറ്റെടുത്ത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഈ ആക്രമണങ്ങൾ നടന്നത്. മാർച്ച് 15-ന് ഹൂത്തികൾക്കെതിരെ US വ്യോമാക്രമണം ആരംഭിച്ചതിനു ശേഷം നടന്ന ഏറ്റവും തീവ്രവും ഏറ്റവും ഉയർന്നതുമായ വ്യോമാക്രമണമായിരുന്നു ഇത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നടന്ന മുൻ US വ്യോമാക്രമണങ്ങളിൽ 50-ലധികം പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 15-ന് വടക്കൻ യമനിലെ ഹൂത്തി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ വാഷിംഗ്ടൺ പുതിയ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചതിനെ തുടർന്ന് ഹൂത്തികളും US സൈന്യവും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു. ഗസയിലേക്ക് മാനുഷിക സഹായം അനുവദിച്ചില്ലെങ്കിൽ ഇസ്രയേലി ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണം പുനരാരംഭിക്കുമെന്ന ഹൂത്തികളുടെ ഭീഷണിയെ തുടർന്നായിരുന്നു ആക്രമണം. ഹൂത്തികൾക്കെതിരായ US വ്യോമാക്രമണം തുടരുന്നെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള TVയുടെ റിപ്പോർട്ട് പ്രകാരം സനയുടെ തെക്കൻ ഭാഗത്തുള്ള സൻഹാൻ ജില്ലയിലെ ജർബാൻ പ്രദേശത്തെ 3 വ്യോമാക്രമണങ്ങളും സനയുടെ വടക്കുകിഴക്കുള്ള ബാനി ഹുഷൈഷ് ജില്ലയിലെ അൽ ജുമൈമ പ്രദേശത്തെ 2 വ്യോമാക്രമണങ്ങളും സനയുടെ വടക്കൻ ഭാഗത്തുള്ള അൽ ദൈലാമി വ്യോമതാവളത്തിൽ മറ്റ് 2 വ്യോമാക്രമണങ്ങളും നടന്നിരുന്നു. ലക്ഷ്യമിട്ട പ്രദേശങ്ങളെല്ലാം അറിയപ്പെടുന്ന സൈനിക കേന്ദ്രങ്ങളാണ്. വ്യോമാക്രമണത്തിൽ സ്ഫോടനം ഉണ്ടായതായും പ്രദേശവാസികൾ പറയുന്നുണ്ട്.